സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ആലപ്പുഴയിൽ തുടക്കമായി. ആ വാർത്തയുടെ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, നേരത്തെ അശ്വിന് ഇതിനകത്ത് നമ്മൾ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റിയില്ല. പറയൂ, എങ്ങനെ പുരോഗമിക്കുന്നു ഈ മത്സരങ്ങൾ? അവിടെ വലിയൊരു ആവേശമുണ്ടോ? നമുക്കറിയാം, ആലപ്പുഴയിൽ വള്ളംകളി വെച്ചാൽ തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും അവിടെയുള്ള ആളുകളല്ലേ? തീർച്ചയായും ഈ ആലപ്പുഴയിൽ തന്നെ ഇത്തവണത്തെ 5ാമത് CPL-ന്റെ മത്സരങ്ങൾ ആരംഭിക്കണമെന്നുള്ളത് സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. അപ്രകാരം ഈ വള്ളങ്ങളുടെ ഈറ്റില്ലമായ കൈനകരിയിൽ തന്നെ, വള്ളങ്ങളുടെ മക്ക എന്നാണ് ഈ കൈനകരി അറിയപ്പെടുക, അവിടെ തന്നെ ആദ്യ മത്സരം CPL-ന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഹീറ്റ്സ് മത്സരങ്ങളാണുള്ളത്. 9 ടീമുകൾ മത്സരിക്കുന്നു. അതിലെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഫലം ഇപ്രകാരമാണ്. മേൽപ്പാടം, ഒപ്പം വീയപുരം, അതിനു പുറമെ പായിപ്പാടൻ എന്നീ ടീമുകൾ ആദ്യ ഹീറ്റ്സ് മത്സരങ്ങളിൽ വിജയിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അസൗകര്യമുള്ളതിനാൽ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. അതിനുശേഷമായിരിക്കും ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുക. വലിയ ആവേശം ഉണ്ട്. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ച 9 ടീമുകൾ, ആദ്യം തുടങ്ങിയെത്തിയ 9 ടീമുകളാണ് ഈ CPL-ൽ പങ്കെടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അടക്കം നടത്തിയ വാശിയേറിയ പോരാട്ടം, അതിന്റെയൊക്കെ ഒരു മറുപടിയാകും ഈ കൈനകരിയിൽ നടക്കുന്ന ആദ്യ CPL മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത്തരത്തിൽ ആവേശം നിറയ്ക്കുന്ന മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 2ാമത്തെ മത്സരം നടക്കുന്നത് കണ്ണൂർ ധർമ്മടത്താണ്. അതിനുശേഷം ഇത്തവണ കാസർഗോഡ് ജില്ലയിലും പതിവിന് വിപരീതമായ മത്സരം ആദ്യമായി CPL സംഘടിപ്പിക്കുന്നു എന്നുള്ള പുതുമ കൂടി 5ാമത് CPL-ലുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിലായി 7 ജില്ലകളിലായ 14 മത്സരങ്ങളാണ് ഇത്തവണ മലബാറിലും മധ്യ കേരളത്തിലുമായി നടത്തുന്നത്. കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയോടുകൂടിയാണ് ഈ CPL മത്സരങ്ങൾ അവസാനിക്കുക. എന്തായാലും ആദ്യ മത്സരം, ഉദ്ഘാടന മത്സരം പുരോഗമിക്കുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.